എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നു എന്ന് നോക്കാം എന്നതാണ് നമ്മുടെ വിഷയം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ വൃക്ഷം ഫയലായി സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി പറയുന്നതും ആ വ്യക്തി പ്രവർത്തിക്കുന്നതും നിങ്ങളോട് ഒരകൽച്ച ആ വ്യക്തി കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എല്ലാം നൽകി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ തണലേകുകയും ആ വ്യക്തിക്ക് പിന്തുണ നൽകുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ ആ വ്യക്തിയെ സഹായിക്കുകയും ചെയ്തു. പക്ഷേ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങളോട് കാണിച്ചത്, നിങ്ങളോട് പ്രവർത്തിച്ചത് ഒട്ടും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിപ്പോയി. കേവലം ആ വ്യക്തി എപ്പോഴും നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കാതെ, നിങ്ങളോട് കൃത്യമായൊരു നന്മ കാണിക്കാതെ മാറി നിൽക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ, ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. അത്തരം പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. ജീവിതത്തിൽ വലിയ തരത്തിലുള്ള പല പ്രതിസന്ധികളും, വലിയ തരത്തിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. നിങ്ങൾ ആ വ്യക്തിക്ക് എല്ലാ പിന്തുണയും, എല്ലാ സ്നേഹവും, എല്ലാ കരുതലും നൽകിയിട്ടും ആ വ്യക്തി പലപ്പോഴും നിങ്ങളോട് സ്നേഹം കാണിക്കുകയോ നിങ്ങളോട് അടുപ്പം കാണിക്കുകയോ നിങ്ങളെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളാതെ പോകുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടാതെ പോകുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ദുഃഖത്തിന് കാരണമായി. കാരണം ആ വ്യക്തിയുമായി സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ കടന്നു പോകേണ്ടതായിരുന്നു. പക്ഷേ ആ വ്യക്തി ഒട്ടും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്നേഹം കാണിച്ചിട്ടും ഇഷ്ടം കാണിച്ചിട്ടും ആ വ്യക്തി നന്ദികേട് കാണിക്കുന്ന ഒരവസ്ഥയാണ് പിന്നീടുണ്ടായത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് കാണിച്ച നന്ദികേട് വേണ്ടുവോളം നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യക്തി കൃത്യമായി നിങ്ങളോട് സ്നേഹം കാണിക്കേണ്ടതാണ്, കരുതൽ കാണിക്കേണ്ടതാണ്. പക്ഷെ ആ വ്യക്തി അതിനൊന്നും ശ്രമിക്കാതെ, നിങ്ങളെ പിന്തുണയ്ക്കാതെ മുന്നോട്ട് പോകുന്നു. വലിയ തരത്തിലുള്ള ഒരു ഇഷ്ടം, ഒരു സ്നേഹം നിങ്ങളോട് ആ വ്യക്തി കൃത്യമായി കാണിക്കേണ്ടതായിരുന്നു. ആ സ്നേഹവും കരുതലും കൃത്യമായി കാണിക്കേണ്ടിയിരുന്ന അവസരത്തിൽ നിന്നും ആ വ്യക്തി അത് കാണിക്കാതെ പോയി. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കാനുള്ളൊരു ശേഷി ആ വ്യക്തിക്ക് നിലവിലില്ല. പക്ഷെ ഉടനെ ആ വ്യക്തി അത് മനസ്സിലാക്കും. കാരണം നിങ്ങളുടെ നന്മ, നിങ്ങൾ കാണിച്ച നന്മയും പിന്തുണയും എല്ലാവരും നൽകുമെന്നാണ് ആ വ്യക്തി ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ അധികം താമസിയാതെ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാവും. അടുത്തതായി രണ്ടാമത്തെ പൈലായ പൂമ്പാറ്റ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ് പറയാം. ആ വ്യക്തി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനും ഒക്കെ ഉത്തരം പറയുകയും യാതൊരു ഉറപ്പുമില്ലാത്ത രീതിയിൽ ജീവിതത്തെ മുഴുവൻ ഒരു തമാശയാക്കി കാണുകയും ചെയ്യുന്നു. ജീവിതത്തെ ദൂരക്കാഴ്ചയില്ലാതെ കാണുകയും എന്ത് സംഭവിച്ചാലും ഒന്നും ചിന്തിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യാതൊരു ഉത്തരവാദിത്വവും ഇഷ്ടപ്പെടുന്ന നിങ്ങളോട് ആ വ്യക്തി കാണിക്കുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് എല്ലാം ഒരു കളിതമാശ പോലെയോ അല്ലെങ്കിൽ എല്ലാം ഒരു പാഴ്വാക്കായിട്ടോ മാറുകയോ ചെയ്യുന്നു. കൃത്യമായി നിങ്ങൾക്ക് ഇഷ്ടം നൽകുന്നതിനോ, നിങ്ങൾക്ക് സ്നേഹം നൽകുന്നതിനോ, സ്നേഹിച്ച നിങ്ങളോട് പ്രതിബദ്ധത കാണിക്കുന്നതിനോ ആ വ്യക്തി തയ്യാറാകുന്നില്ല. ആ വ്യക്തിയുടേതായൊരു ശൈലിയിൽ മുന്നോട്ട് പോകുന്നു. ആ വ്യക്തിയുടേതായൊരു നീക്കത്തിൽ മുന്നോട്ട് പോകുന്നു. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാനോ മറ്റൊന്നിനെക്കുറിച്ച് പറയുവാനോ ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ തോന്നലുകളായിട്ട് പോകുന്നു, ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കതിലൊന്നും ഒരു പരിഗണനയും നൽകുന്നില്ല.
യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കേണ്ടതായിരുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടേണ്ടതായിരുന്നു. അപ്പോൾ അത്തരം നിലപാടോടുകൂടി ആ വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങളെക്കുറിച്ച് കൃത്യമായ രൂപരേഖ നൽകേണ്ടതാണ്. കേവലം നിങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ആ വ്യക്തിയുടെ നിലപാട്, കേവലം നിങ്ങളെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുന്ന ആ വ്യക്തിയുടെ നിലപാട് പൂർണ്ണമായും തെറ്റാണ്. ആ നിലപാട് മാറി ആ വ്യക്തി കൃത്യമായ ഒരു നിലപാടോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. സ്നേഹിച്ചിട്ടും ഇഷ്ടപ്പെട്ടിട്ടും സ്നേഹം കാണിച്ചിട്ടും ഒരുതരം തമാശ പോലെ ഒരു ഉത്തരവാദിത്തരഹിതമായ ആ വ്യക്തി പ്രവർത്തിക്കുന്നത് നിങ്ങളിൽ വേദന സൃഷ്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യക്തി അങ്ങനെ ചെയ്യരുതായിരുന്നു. ആ വ്യക്തി നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കണമായിരുന്നു. അത്രത്തോളം ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ പോകുന്ന ആ വ്യക്തിയുടെ നിലപാട് നിങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ ആ വ്യക്തിക്കൊരു തിരിച്ചടി കൃത്യമായിട്ട് നിങ്ങളോട് ചെയ്തതിൽ കിട്ടും. ഉടൻ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയും. അന്ന് ആ വ്യക്തി കുറ്റബോധത്തോടുകൂടി വരും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ വ്യക്തിയെ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകുന്ന നല്ല തീരുമാനവുമായി മുന്നോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.